ചോറിൻ്റെയും പലഹാരത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കണ്ടാൽ ആരും കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു നാടൻ പോർക്ക് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും അതും ചേർത്ത് ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു 1/2 കിലോ പോർക്ക് കഷ്ണങ്ങളാക്കിയതാണ് ഇതും കൂടി ഇട്ട് എല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൈകൊണ്ട് ഒന്നുകൂടി തിരുമ്മി എടുക്കുക. ഇനി ഇതിൻ്റെ കുക്കർ അടച്ച് അടുപ്പിൽ വെച്ച് നമ്മളൊരു 6 വിസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു 6 വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവി എല്ലാം പറ്റി ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചീനച്ചട്ടി ചൂടായി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു പിടി തേങ്ങാക്കൊത്തിട്ട് ഒരു ചെറുതായി ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 20 കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അല്പം ഉപ്പും കൂടി ചേർക്കുക. ഉള്ളിക്ക് പകരം സവോള അരിഞ്ഞതും ചേർക്കാം, എന്നാൽ കൂടുതൽ ടേസ്റ്റ് ഉള്ളിക്കാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് ഇളക്കുക. നമ്മൾ പോർക്ക് വേവിച്ചപ്പോൾ കുറച്ച് നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി നമ്മൾ നേരത്തെ മസാല പുരട്ടി വേവിച്ച പോർക്കും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ചെറിയ തീയിൽ വെച്ച് നമ്മൾ ഇത് ഇളക്കി കൊണ്ടേയിരിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ജലാംശമെല്ലാം പറ്റി നമ്മുടെ പോർക്ക് ഫ്രൈ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.